ഭീകരതയെ ഇല്ലാതാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി, സലഫി എന്നിവയെ നിരോധിച്ചാൽ മാത്രമേ വൈറ്റ് കോളർ ടെററിസത്തെ ഇല്ലാതാക്കാനാവൂ എന്നും ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കണ്ണൂർ മാരാർജി ഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ മദ്രസകളിൽ പഠിപ്പിച്ചിരുന്നത് രാജ്യസ്നേഹം ഓരോ ആളുകളുടെയും വിശ്വാസത്തിന്റെ ഭാഗമെന്നാണ്. എന്നാൽ സലഫികളും ജമാഅത്തെ ഇസ്ലാമിയും പഠിപ്പിച്ചത് തങ്ങളുടേതൊഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണെന്നാണ്. കാഫറുകളെ കൊന്ന് ഷഹീദായാൽ സ്വർഗം കിട്ടുമെന്ന പ്രചാരണമാണ് വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ സൃഷ്ടിച്ചത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ അർബൻ ഭീകരവാദികളുടെ ഗൂഢാലോചനയാണ്. ഇതിനെതിരെ എല്ലായിടത്തും അതിശക്തമായ വികാരമുണ്ട്. അത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തുന്നതാണ്. രാജ്യത്തിന് പുറത്തുനിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ മാത്രമാണ് ഒഴിവാക്കുക. അതല്ലാതെ ഒരാൾക്കും തന്നെ അവരുടെ വോട്ടവകാശം നഷ്ടമാവില്ല. ഭാരത പൗരയല്ലാത്ത രാജ്യത്തെ വോട്ടർ പട്ടികയിൽ ആദ്യമായി കയറിക്കൂടിയത് സോണിയാഗാന്ധിയാണ്. ലോകത്തിനു മുന്നിൽ നമ്മുടെ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന നിലപാടാണ് രാഹുൽ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികളാണ്. കേന്ദ്ര വികസനത്തിന്റെ ഫലമനുഭവിക്കാത്ത ഒരാൾ പോലും കേരളത്തിലില്ല. എൻ.ഡി.എ സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത്ഭുതം സൃഷ്ടിച്ചപ്പോൾ പിണറായി സർക്കാർ ക്ഷേമ വികസന പദ്ധതികളിൽ പരാജയമായി. പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അനവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും കടക്കണിയിലായ കേരളത്തിന് അതൊന്നും നൽകാനാവില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു.